എല്ലാവർക്കും നമസ്കാരം. ഈ മധ്യാഹ്നത്തിൽ ഈ നിശാഗന്ധിയിൽ അടയാളങ്ങൾ കേരള സർക്കാരിൻ്റെ ജനങ്ങളുമായി ജൈവബന്ധമുള്ള പ്രാഥമിക കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ വൻതോതിൽ കേരള ബാങ്ക് ഈ സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയാണ്. വലിയ മത്സരം നടത്തിയിരിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ലൈഫ്സ് ആർ ചേഞ്ച്ഡ് സാധാരണ വിധിന്യായങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു തുടക്കം കൊണ്ടും ഉള്ളടക്കം കൊണ്ടും ശ്രദ്ധേയമാണ്. അത് തുടരുന്നത് ഇങ്ങനെയാണ്: ടെക്നോളജി, സാങ്കേതിക വിദ്യ, ഇത് മൂന്നും സമർത്ഥമായി സമഞ്ജസിക്കപ്പെടുമ്പോഴാണ്, സമ്മേളിക്കപ്പെടുമ്പോഴാണ് സാമ്പത്തിക സംരംഭങ്ങൾ വിജയങ്ങളാവുക. കൂട്ടിച്ചേർക്കൽ, ഉപയോഗം ഇല്ലാത്തയിടത്ത് അവയ്ക്ക് സുസ്ഥിര വിജയവും ഉണ്ടാകുകയില്ല. തുടർന്നുള്ള വാചകമാണ്: എ കോപ്പറേറ്റീവ് മൂവ്മെന്റ് representing collective ownership in the economic pursuit is no exception for the application of factors as above. കൂട്ട് അവകാശം സാമ്പത്തിക വ്യാപാരങ്ങളുടെ മേൽ, വ്യവഹാരങ്ങളുടെ മേൽ അവകാശപ്പെടുന്ന സഹകരണ പ്രസ്ഥാനത്തിനും ഈ ഒരു പൊതുതത്വം ബാധകമാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗത്തിൽ നിന്ന് അവർക്കും മാറി നിൽക്കാനാവില്ല. എത്രയോ നീതിയുക്തവും യുക്തിഭദ്രവും കാലാനുസൃതവുമായ ഒരു വിലയിരുത്തൽ. നമ്മുടെ ഏറെ നാളത്തെ പ്രയത്നങ്ങൾക്കും നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നത്തിനും മൂർത്തരൂപം നൽകിക്കൊണ്ട് സഹകരണ മേഖലയുടെയും സർക്കാരിൻ്റെയും ഇച്ഛയ്ക്കനുസരിച്ച് റിസർവ് ബാങ്കിൻ്റെ അംഗീകാരം തേടി കേന്ദ്രീകരണത്തിലും പരസ്പരാശ്രയത്വത്തിലും ആധുനിക സാങ്കേതിക വിദ്യയുടെ മികച്ച ഉപയോഗത്തിലും ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട്, എന്നാൽ സഹകരണ മൂല്യങ്ങളിൽ നന്നായി പദമൂന്നി നിന്നുകൊണ്ട് തന്നെ റിസർവ് ബാങ്കിന്റെ അംഗീകാരം തേടി ഇപ്പോൾ ഉന്നത ന്യായാധിപ സ്ഥാനങ്ങളുടെ അനുമതിയും തേടി കേരള ബാങ്ക് എന്ന മനോഹര സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന ഈ വേദിയിൽ ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയ അഭിനന്ദനായ സഹകരണ ടൂറിസം വകുപ്പ് മന്ത്രിയെ അധ്യക്ഷനായി സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി, മാനവരാശിയുടെ അമൂർത്ത നമ്മുടെ പാരമ്പര്യം, പ്രളയാനന്തരം പ്രളയക്കലി കണ്ട് ഒട്ടൊന്ന് പകച്ചുപോയ ഞങ്ങൾ ഉദ്യോഗസ്ഥരെ 2018 സെപ്റ്റംബർ മാസം 1-ാം തീയതി അഭിസംബോധന ചെയ്തുകൊണ്ട് അഭിനന്ദനായ മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി, ഈ പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ചു വേണം നാം പ്രതിസന്ധികളെ തരണം ചെയ്യാനെന്ന്. അതിന് അദ്ദേഹം ഉദ്ധരിച്ചത് മഹാഭാരതത്തിലെ അഭിമന്യുവിൻ്റെ വാക്കുകളാണ്: ഞാനൊരു ബാലന ശക്തനെന്നാകിലും മാന്യാമെന്നുടെ താതനെ ഓർക്ക നീ. എന്നിട്ട് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, നമുക്കിപ്പോൾ ചെറിയ വലിയ കുറേയേറെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നാം ഒരു മഹത്തായ പാരമ്പര്യമുള്ള ജനതയല്ലേ, വലിയ സംസ്കാരവും ഒരുപാട് നേട്ടങ്ങളുടെ പിൻബലമുള്ള ഒരു നാടല്ലേ നമ്മുടേത്. എത്ര മഹത്തായ ഓർമ്മപ്പെടുത്തൽ! പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ മഹത്വത്തെ, ഒരുപാട് സംസ്കൃതിയുടെ മഹാസൂചകങ്ങളെ ഉൾക്കൊള്ളുന്ന നമ്മുടെ നാടിൻ്റെ പാരമ്പര്യത്തിൻ്റെ ആ മഹത്തായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ സഹകരണ മേഖലയ്ക്ക് ഒരു പുരോഗതിയുടെ പുതിയ പന്ഥാവ് തുറക്കണം എന്ന അദ്ദേഹത്തിൻ്റെ ആ പാരമ്പര്യങ്ങളിൽ ഊന്നിയ ഒരു കൃത്യമായ അവബോധം, അതോടൊപ്പം സമകാലീന യാഥാർത്ഥ്യങ്ങളെ നേരിടുന്നതിന്
ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഉപയോഗപ്പെടുത്തേണ്ട വ്യത്യസ്തമായ സരണികളെ കൃത്യമായ സമയത്തും ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വികസനം സാധ്യമാക്കണമെന്നുള്ള ആ വലിയ അഭിവാഞ്ച സഹകരണ മേഖലയുമായി ഏറെ ഇഴയെടുപ്പത്തോടെ ഒരുപാട് കാലം പ്രവർത്തിക്കാൻ ഈ മേഖലയുടെ ആവശ്യങ്ങളെ വളരെ ആഴത്തിലറിയുന്ന മികച്ച സഹകാരി കൂടിയായ ഒരു ഭരണാധികാരിയുടെ ഉറച്ച തീരുമാനം, ഇതെല്ലാം ചേർന്നിട്ടാണ് ഈ സബരിയെ യാഥാർത്ഥ്യമാക്കുന്നത്. അഭിനന്ദനായ മുഖ്യമന്ത്രിയെ അത്യാദരവുകളോടെ നമുക്ക് വേദിയിലേക്ക് വൈദ്യുതശക്തി വകുപ്പ് മന്ത്രി ശ്രീ MM മണി എന്നിവർ വർഷപൂർവ്വം തൊഴിൽ വകുപ്പ് മന്ത്രി അഭിനന്ദനായ ശ്രീ TP രാമകൃഷ്ണൻ, ഇത്രയേറെ മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ വളരെ വലിയ അനുഗ്രഹാശിസുകൾ മന്ത്രിസഭയുടേത് ഏറ്റുവാങ്ങിക്കൊണ്ട് നാം കേരള ബാങ്ക് രൂപീകരണ പ്രഖ്യാപന വേളയിലേക്ക് പോകുന്നു. അഭിനന്ദനായ മന്ത്രിമാരെ അത്യാദരവോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VK മധു, തിരുവനന്തപുരം ജില്ലയുടെ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ V ജോയ് MLAക്ക് സന്തോഷത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. കേരള ബാങ്ക് എന്ന ആവശ്യത്തിന്റെ റിസർവ് ബാങ്കിന് മുമ്പിലുള്ള അപേക്ഷകൻ അത് സംസ്ഥാനമാണ്, സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ്. ആദ്യഘട്ടത്തിൽ ഇതിന്റെ പ്രാഥമിക ഒരുക്കങ്ങൾ പൂർത്തിയാക്കി നബാർഡിന് റിപ്പോർട്ട് നൽകിയതും ഏറ്റവും അവസാനം എല്ലാ നിബന്ധനകളും മഹത്തായ സംഭാവനകൾ സഹകരണ മേഖലയ്ക്ക് നൽകിയ വിവിധ അപെക്സ് ഞങ്ങളുടെ തന്നെ പ്രമുഖ സഹകരണ സ്ഥാപനങ്ങളുടെ സാരഥികൾ, സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് MDയുടെ സ്ഥാനം കൂടി വഹിക്കുന്ന ബഹുമാന്യായ കൾച്ചറൽ അഫയേഴ്സ് സെക്രട്ടറി ശ്രീമതി റാണി ജോർജ്, നിങ്ങളുടെ പ്രദേശങ്ങളിൽ തന്നെ സഹകരണ പ്രസ്ഥാനത്തെ നിലനിർത്തുന്നതിന് അഹോരാത്രം പ്രവർത്തിക്കുന്നവരുമായ ചിലപ്പോൾ പ്രകോപിപ്പിച്ചും ചിലപ്പോൾ ചോദ്യങ്ങൾ ഉന്നയിച്ചും ഈ ആശയത്തെ വളരെ സമർത്ഥമായിട്ട് ഈ ഒരു വലിയ ആശയത്തിന് നല്ല പിന്തുണ നൽകിയ സഹകരണ മേഖലയിലെ, സഹകരണ ബാങ്കുകളിലെ സഹകരണ മേഖലയിലെ അതിപ്രഗത്ഭരായ ഞങ്ങളുടെ സാരഥികൾ എത്രയോ പേരാണ് വേദിയിലും സദസ്സിലുമായി അഭിസംബോധനപ്പെടുത്തിക്കൊള്ളട്ടെ. അന്ന് പത്രങ്ങൾ ചെറുതായിരുന്നു, അതുകൊണ്ട് തന്നെ വാർത്തകളും കാര്യമാത്ര പ്രസക്തമായിരുന്നു. മദ്രാസ്, തിരുവനന്തപുരം മുതലായ പട്ടണങ്ങളിലെ പോലെ കൊച്ചി രാജ്യത്തുള്ള പ്രധാന പട്ടണങ്ങളിൽ ഓരോ കോഓപ്പറേറ്റീവ് സ്റ്റോർ ഏർപ്പെടുത്തുന്ന പക്ഷം അനവധി പേർക്ക് ഗുണം കിട്ടുന്നതാണെന്ന് സഹകാരികൾ ആവശ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അടുത്ത ഭാഗമാണ് ശ്രദ്ധേയം. ഉപകാരപ്പെടുന്ന ബലവത്തായ ഒരു ബാങ്കും കോഓപ്പറേറ്റീവ് മേഖലയിൽ വേണമെന്ന് സഹകാരികളുടെ ഇടയിൽ ആവേശം ഉയർന്നിരിക്കുന്നു. 1919 വാർത്തയാണ്. ഈ കഴിഞ്ഞ ഞായറാഴ്ച ഡിസംബർ 1 മാതൃഭൂമി പത്രം അവരുടെ എഡിറ്റോറിയൽ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: മിക്ക സംസ്ഥാനങ്ങളും ഒരുപക്ഷെ റിസർവ് ബാങ്ക് പോലും ഉറ്റുനോക്കുന്ന പരിഷ്കാരമാണ് കേരള ബാങ്കിന്റെ രൂപീകരണം. അത് കേരളത്തിന്റെ മാതൃകയാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. സഹകരണ മേഖലയുടെ പുതിയ കാൽവയ്പാണിത്. അതിൽ ഒരു ചുവടും പിഴയ്ക്കാതിരിക്കാനുള്ള കരുതൽ ഓരോ ചുവടിലും ഉണ്ടാകണം. ആ കരുതൽ ഓരോ ചുവടിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ മഹത്തായ വേളയിൽ എനിക്ക് തോന്നുന്നു ഭാരതത്തിന്റെ സാമ്പത്തിക ചരിത്രത്തിലും കേരളത്തിന്റെ സാമ്പത്തിക ചരിത്രത്തിലും സഹകരണ മേഖലയുടെ ചരിത്രത്തിലും ഏറ്റവും വലിയ പരിവർത്തന പ്രക്രിയയുടെ കാഹളം മുഴങ്ങുന്ന നിമിഷങ്ങളിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ സഹകാരികളെയും അഭ്യുദയകാംക്ഷികളെയും എല്ലാ പ്രവർത്തകരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. പിണറായി സർക്കാരിന്റെ യശസ്സിന് ഒരു കിരീടം ചൂടുകയാണ്. സമൂഹത്തിന്റെ ഓരോ സ്പന്ദനവും തിരിച്ചവരം നടത്തുകയാണ്. കേരള ചരിത്രത്തിലെ ഈ സുവർണ്ണ മുഹൂർത്തത്തിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആദരവോടെ ക്ഷണിക്കുകയാണ്.
സഹോദരീ സഹോദരന്മാർ, കേരളത്തിലെ സഹകരണ മേഖല, പ്രത്യേകിച്ച് ക്രെഡിറ്റ് മേഖല, ദശാബ്ദങ്ങളായി തന്നെ രാജ്യത്തിന് മുന്നിൽ പ്രത്യേക ശ്രദ്ധ ആകർഷിക്കപ്പെട്ടത് വലിയ അത്ഭുതാതരങ്ങളോടെ നോക്കിക്കണ്ടതുമായ ഒരു മേഖലയാണ്. ഇത്രത്തോളം കരുത്തുറ്റ ക്രെഡിറ്റ് മേഖല നമ്മുടെ രാജ്യത്ത് മറ്റെവിടെയും ഇല്ല എന്നതാണ് ഈ അത്ഭുതാതരങ്ങൾക്കിടയാക്കിയത്. സഹകരണ മേഖലയുടെ ചില കൈവഴികൾ ശക്തിപ്പെട്ട സംസ്ഥാനങ്ങളുണ്ട്. എന്നാൽ നമ്മുടേതുപോലെ എല്ലാ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളും ബാങ്കുകളായി മാറുക, ആ ഓരോ ബാങ്കും വലിയ നിക്ഷേപമുള്ളവയായി തീരുക, ഇത് പലർക്കും ചിന്തിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു. മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്ത് ഈ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളുടെ പട്ടികയിൽപ്പെടുന്ന സംഘങ്ങൾ പ്രത്യേകമായ അസ്തിത്വത്തോടെയാണ് ദശാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ പ്രവർത്തിച്ചു വരുന്നത്. അതായത് ഓരോ സ്ഥാപനവും പ്രത്യേക വ്യക്തിത്വമുള്ള സ്ഥാപനമാണ് നമ്മുടെ സംസ്ഥാനം. ഇപ്പോഴല്ല, ദശാബ്ദങ്ങൾക്ക് മുൻപ്. എന്നാൽ ചില സംസ്ഥാനങ്ങളിൽ 2-3 കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾക്ക് ഒരു സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ സർവീസ് സഹകരണ സൊസൈറ്റിയായി മാറുന്നതിന് മുൻപുള്ള ഐക്യനാണയ സംഘത്തിൻ്റെ ആ തലത്തിൽ നിന്നുകൊണ്ടാണ് പലയിടങ്ങളിലും ഈ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾ പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തെ പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടുന്ന നിലയുണ്ടായി. ഇപ്പോൾ കേരളത്തിൻ്റെ മൊത്തം അനുഭവം എടുത്താൽ നമ്മുടെ ഏത് പ്രദേശത്തുമുള്ള ഏത് ഗ്രാമപ്രദേശത്തുമുള്ള, ഇനി കുഗ്രാമം എന്ന് പറയാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രദേശത്തുള്ള എല്ലാവരും ബാങ്കിങ് ഇടപാട് നടത്തുന്നവരാണ്. അത്തരത്തിൽ ബാങ്കിങ് ഇടപാട് ജനകീയമാക്കിയത് കേരളത്തിലെ സഹകരണ മേഖലയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സർവീസ് സഹകരണ ബാങ്കുകൾ. കേരളത്തിലെ സഹകരണ മേഖലയുടെ കരുത്ത് ഒരു സംശയവുമില്ല നാടാകെ വ്യാപിച്ചു കിടക്കുന്ന പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളുടെ പട്ടികയിൽപ്പെടുന്ന നമ്മുടെ സർവീസ് സഹകരണ ബാങ്കുകൾ.
വലിയ നിക്ഷേപം, വലിയ തോതിലുള്ള വായ്പാ ഇടപാട്, കൃഷിക്കാരെ ഫലപ്രദമായി സഹായിക്കൽ, ഇതെല്ലാം ഈ മേഖലയുടെ മുഖമുദ്രയാണ്. ഈ മേഖലയുടെ കരുത്തിലൂടെയാണ് ജില്ലാ ബാങ്കുകളും സംസ്ഥാന സഹകരണ ബാങ്കും ഇവിടെ ശക്തമായ രീതിയിൽ പ്രവർത്തിച്ചിരുന്നു. നല്ല തോതിൽ വിജയം കൊയ്ത ജില്ലാ സഹകരണ ബാങ്കുകളാണ് നമുക്കുള്ളത്. കേരളത്തിലെ സഹകരണ മേഖലയുടെ കരുത്ത് വിളിച്ചോതും വിധം തന്നെയാണ് സംസ്ഥാന സഹകരണ ബാങ്ക് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിച്ചത്. സഹകരണ മേഖല ആദ്യഘട്ടത്തിൽ പ്രധാനമായും മുന്നമിട്ടത് കൃഷിക്കാരെ സഹായിക്കലായിരുന്നു. കൃഷിക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇവിടെ പ്രമുഖരായ സഹകാരികളാണ് ഇന്ന് അണിനിരന്നിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ 2 തരം വായ്പയുണ്ട്. ഹ്രസ്വകാല വായ്പയും ദീർഘകാല വായ്പയും. ഈ ഹ്രസ്വകാല വായ്പയുടെ ചുമതലയാണ് നമ്മുടെ സർവീസ് സഹകരണ ബാങ്കുകൾ നിർവഹിച്ചത്. ഹ്രസ്വകാല വായ്പ രാജ്യത്തുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നബാർഡിൽ നിന്ന് ലഭിക്കുന്ന പണം വായ്പയായി കൊടുക്കുന്ന നിലയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഒരു ഘട്ടത്തിൽ, ഇപ്പോഴുള്ള കണക്ക് എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ ഞാൻ പറയുന്നത്, ഒരു ഘട്ടത്തിൽ നബാർഡിൽ നിന്ന് ഒരു തുകയും കൈപ്പറ്റാതെയാണ് കാർഷിക വായ്പ നൽകിയത്. കാരണം അത്രത്തോളം ശക്തമായിരുന്നു സഹകരണ മേഖല നിക്ഷേപം. സഹകരണ മേഖല നിക്ഷേപത്തിൻ്റെ നിശ്ചിത അനുപാതം കാർഷിക വായ്പയ്ക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന നിബന്ധന കേരളത്തിൽ നബാർഡിൽ നിന്ന് ഒരു തുകയും ഇതിനായി കൈപ്പറ്റാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കി. ആ ഘട്ടത്തിൽ കേരളത്തിലെ സഹകാരികളെല്ലാം ഒന്നിച്ചാവശ്യപ്പെട്ടു, ഞങ്ങളുടെ സംസ്ഥാനത്തിൽ നബാർഡിന്റെ തുക ലഭിക്കാനുള്ള അർഹതയുണ്ടല്ലോ, അത് നിഷേധിക്കുന്നത് ശരിയല്ല, അതിലുതകുന്ന സമീപനം ഉണ്ടാക്കണം. അത് പഴയ കുറേ നാൾ മുൻപ് തന്നെ നമ്മുടെ കേരളത്തിൽ നമുക്ക് നേടാൻ കഴിഞ്ഞ നേട്ടത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ദൗർബല്യമല്ല, നമ്മുടെ ബലമാണ്, സഹകരണ മേഖലയുടെ ബലമാണ് ഇതിലൂടെ പ്രകടമായത്. കാർഷിക വായ്പാ രംഗത്ത് കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. കാരണം നമ്മളിൽ ചിലരെങ്കിലും, ചില സ്ഥാപനങ്ങളെങ്കിലും കാർഷിക വായ്പാ ഇനത്തിൽ 1 രൂപയും
വായ്പയായി കൊടുക്കാത്തവരുണ്ട്. അത് എന്താണോ പ്രധാന ധർമ്മം, ആ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള പോക്കാണ്. ഇപ്പോൾ കൃഷിക്കാർക്ക് എല്ലാ സംഘങ്ങൾക്കും ഇപ്പോഴത്തെ സർവീസ് സഹകരണ ബാങ്കുകൾക്ക് വായ്പ നൽകാൻ കഴിയേണ്ടതായിട്ടുണ്ട്. അക്കാര്യത്തിൽ മുഖം തിരിച്ചു നൽകുന്ന സമീപനം ഒരു സ്ഥാപനവും സ്വീകരിക്കാൻ പാടില്ലാത്തതാണ്. എന്നാൽ മറ്റൊട്ടേറെ സഹായം വിവിധ മേഖലകളിൽ നമ്മുടെ സഹകരണ മേഖല നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക്, ഒരു കുടുംബത്തിന് പെട്ടെന്ന് ആവശ്യമായി വരുന്ന ഏത് കാര്യവും നിർവഹിച്ചു കൊടുക്കാൻ സഹകരണ ബാങ്കുകൾക്കാണ് കഴിയുന്നത്. പെട്ടെന്ന് തന്നെ സഹകരണ മേഖല സമീപിക്കാനും സഹായം സ്വീകരിക്കാനും കഴിയും. കാലാനുസൃതമായ മാറ്റം ഓരോ ഘട്ടത്തിലും ഈ രംഗത്തുണ്ടായിട്ടുണ്ട് എന്നത് നാം ഓർക്കേണ്ടതാണ്. ചില ഘട്ടങ്ങളിൽ അത്യാവശ്യം വേണ്ട തുക വായ്പയെടുക്കാനും അത് പെട്ടെന്ന് തന്നെ തിരിച്ചടക്കാനുമുള്ള സൗകര്യങ്ങൾ വരെ നമ്മുടെ ചില ബാങ്കുകൾ നടത്തിയിരുന്നു. ആ സൗകര്യങ്ങൾ നല്ല തോതിൽ ഉപയോഗിക്കുകയും ചെയ്തു. കൃഷിക്കാർക്ക് മാത്രമല്ല, ചെറുകിട കച്ചവടക്കാർ ചെറിയ തുകയായിരിക്കും അവർക്ക് ആവശ്യമുള്ളത്. അത്തരം കച്ചവടക്കാർക്ക് സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കാമെന്ന ഒരു നിലപാട് സ്വീകരിച്ച ഒരു ഘട്ടത്തിൽ വൻതോതിലുള്ള ഇടപാടുകൾ ചെറുകിട കച്ചവടക്കാർ നടത്തിയിരുന്നു എന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഇടപാടുകൾ മാത്രമല്ല, മറ്റൊട്ടേറെ സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ പറ്റുന്ന എല്ലാ അർത്ഥത്തിലും ബാങ്കിങ് ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്താകെ വ്യാപിച്ചു കിടക്കുന്ന സഹകരണ ബാങ്കുകൾ. സഹകരണ ബാങ്കുകളുടെ കാര്യത്തിൽ ഇത്രയും ശക്തമായി നിലനിൽക്കുമ്പോൾ തന്നെ നിലനിൽക്കുന്നൊരു കുറവ് ചൂണ്ടിക്കാട്ടാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അത് ഒരു സഹകരണ സ്ഥാപനം സാധാരണ നിലക്ക് അവിടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ധനകാര്യ ഇടപാട് നടത്താനുള്ള സ്ഥാപനമായി മാറും. ആ നിലയിൽ ഇപ്പോഴും എത്തിയിട്ടില്ല. അതിൽ ചില പ്രയാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ പ്രയാസം പരിഹരിക്കൽ അത്ര എളുപ്പമല്ല എന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഇപ്പോഴും കൈവച്ചിട്ടില്ല എന്നതുമാണ് വസ്തുത. അതായത് ഒരു പഞ്ചായത്ത് നിർത്തിയെടുത്താൽ അവിടെ തന്നെ 3-4 സ്ഥാപനങ്ങളുണ്ടാവും. ആ 3-4 സ്ഥാപനങ്ങൾ എല്ലാം നല്ല നിലയിൽ പ്രവർത്തിക്കുന്നവയാണ്. ഒന്നും പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടതായിട്ട് കാണാനില്ല.
പിന്നെ അതുണ്ടാക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ ഇതെല്ലാം കൂടി ഒന്നിച്ചു വരും. ഇതിനാദ്യം ചിന്തിച്ചു തുടങ്ങേണ്ടത് സഹകരണ മേഖല തന്നെയാണ്. ഇതിപ്പോൾ ഒരു മാതൃകയാണ്. ജില്ലാ ബാങ്കുകൾ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. അവരെല്ലാം കൂടി ഒന്നായി മാറുന്ന ഈ പുതിയ സംരംഭം പഴയതിൻ്റെ ആവർത്തനമായിരിക്കില്ല. എത്രയോ കൂടുതൽ കരുത്തുറ്റ ഒരു പുതിയ സ്ഥാപനമാണ് വരിക. അപ്പോ ഒരു പഞ്ചായത്ത് അതിർത്തിയിൽ ഒരു സഹകരണ സ്ഥാപനം എന്ന നിലയെടുത്താൽ സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഞാൻ പറയല്ല, നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഞാൻ പറയുകയാണ്. സർക്കാർ ഇപ്പോൾ നടപ്പാക്കാൻ ഇതിൽ പുറപ്പെടുന്നില്ല. പക്ഷെ നിങ്ങളിൽ ആ ആവശ്യം ഉയരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു പഞ്ചായത്ത് അതിർത്തിയിലെ ഒരു സഹകരണ സ്ഥാപനം, ആ സഹകരണ സ്ഥാപനം വരണമെങ്കിൽ ആ പഞ്ചായത്ത് അതിർത്തിയിലുള്ള 3-4 സ്ഥാപനങ്ങൾ ഒന്നായി മാറും, ഒന്നായി തീരും. അതേപോലെ തന്നെ ഒരു സഹകരണ സ്ഥാപനം മതി ക്രെഡിറ്റ് മേഖലയിൽ, മറ്റു മേഖലയിൽ വേണം. എന്നാൽ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഒന്നിൽ കൂടുതലുണ്ട്. അതെങ്ങനെ ഒന്നാക്കാൻ പറ്റും? അപ്പൊ അത്തരം കാര്യങ്ങൾ സ്വാഭാവികമായും സഹകരണ മേഖല ചിന്തിച്ചു തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. ചെറിയ ചെറിയ സ്ഥാപനങ്ങൾക്ക് പകരം കുറെ കൂടി കരുത്തുറ്റ സ്ഥാപനമായി മാറും. അത് ഓരോ തദ്ദേശഭരണ സ്ഥാപനത്തിൻ്റെയും സ്വന്തം ധനകാര്യ സ്ഥാപനം എന്ന നിലയിലേക്ക് മാറും. അങ്ങനെ വന്നുകൂടെ എന്നത് നിങ്ങളുടെ ആലോചനയ്ക്ക് വിടുകയാണ്. പെട്ടെന്ന് നടപ്പാകുന്ന കാര്യമല്ല, എങ്കിലും ഭാവിയിൽ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് തോന്നുന്നത്. ഇപ്പൊ നാം നടപ്പാക്കുന്ന ഈ കാര്യം ഒരു ഘട്ടത്തിൽ ആലോചിക്കാൻ പോലും പറ്റില്ല. നമുക്ക് എല്ലാ ബാങ്കുകളും കൂടി ഒന്നായാൽ എന്താണ് എന്ന് നേരത്തെ ചോദിക്കുകയാണെങ്കിൽ ഈ മുമ്പിലിരിക്കുന്ന ഒരാളെ ഞാൻ കാണുന്നുണ്ട്. അയാളൊക്കെ ശക്തമായി തീർക്കാൻ ചിലപ്പോൾ തയ്യാറാണ്. ഞങ്ങളെ ബാങ്ക് ഏറ്റവും പ്രബലമായ ബാങ്കല്ലേ, എന്നിട്ട് ഞങ്ങൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഭാഗമാവണം എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാരുണ്ട്. വസ്തുതയാണ്, ബാങ്കുകളെല്ലാം പ്രബലമായിരുന്നു, എല്ലാ ജില്ലാ ബാങ്കുകളും പ്രബലമാണ്. പക്ഷെ ആ പ്രബലമായ ജില്ലാ ബാങ്കുകളെല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു ബാങ്കായി കേരള ബാങ്ക് രൂപം കൊള്ളുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ ഉള്ളതിൻ്റെ ഒരു ആവർത്തനമായിട്ടല്ല അത് വരുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ബാങ്കായി മാറാൻ ഇനി ഏതാനും നാളെ വേണ്ടി വരും ഈ ബാങ്കിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. അതാണ് അതിന്റെ പ്രത്യേകത. അത്രത്തോളം വിപുലമായ സാധ്യതയാണ്. ഇതിനെ മുൻകൈയെടുത്ത സഹകാരികളെ, സഹകരിക്കാൻ തയ്യാറായ സഹകാരികളെ, അത് ഉദ്യോഗസ്ഥരായ എല്ലാ സഹകാരികളെയും ഈ ഘട്ടത്തിൽ ഹാർദമായി അഭിനന്ദിക്കട്ടെ. നിങ്ങളെല്ലാവരുടെയും ഉയർന്ന സഹകരണ ബോധമാണ് ഇത്തരമൊരു സ്ഥാപനം രൂപീകൃതമാക്കുന്നതിന് സഹായിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കുറേ വർഷങ്ങൾക്ക് മുൻപേ ഈ ആശയങ്ങൾ പലരുമായി ചർച്ച ചെയ്ത ഒരു ഘട്ടം ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് വിപുലമായ പിന്തുണ അതിൽ ലഭിച്ചിരുന്നില്ല. പക്ഷേ കേരളത്തിന്റെ സഹകരണ മേഖല
മേഖലക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത നാം ഒന്നാണ് എന്നത് തന്നെയാണ്. ആർക്കും മാറി നിൽക്കാൻ കഴിയില്ല. അതിനെപ്പറ്റി സംശയമൊന്നും വേണ്ട. എല്ലാവരും ഒന്നായി തന്നെ മാറും, ഒന്നിന്റെ ഭാഗമായിട്ട് മാറും. ഒരു ശങ്കയും ആ കാര്യത്തിൽ ആവശ്യമില്ല. ചെറിയ ചെറിയ മനസ്സിന്റെ ചില കളികളൊക്കെ കൊണ്ട് തൽക്കാലം ഒരു ശങ്കയും സംശയമൊക്കെ ഉള്ളതുകൊണ്ട് ചിലർ മാറുന്നുണ്ടാവും. അതൊന്നും സ്ഥായിയായി നിൽക്കാൻ പോകുന്ന കാര്യമാണ്. ഒരു സംശയവും വേണ്ട. കേരളത്തിലെ ആകെയുള്ള എല്ലാ പ്രദേശങ്ങളിലേക്കും ബാധകമായിട്ടുള്ള ബാങ്കായിട്ട് തന്നെയാണ് ഈ കേരള ബാങ്ക് മാറിത്തീരുന്നത്. ഇവിടെ കേരള ബാങ്ക് രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിച്ചപ്പോൾ സഹകാരികൾ ആകെ നല്ല അഭിപ്രായമാണ് ഉണ്ടായത്. അതിനോട് അനുകൂലമായ അഭിപ്രായം തന്നെയാണ്. നമ്മള് സഹകരണ രംഗത്ത് ഒട്ടേറെ പരിഷ്കരണ നടപടികൾ മുൻപ് സ്വീകരിച്ചിട്ടുണ്ട്. ആ നടപടികളെല്ലാം സഹകാരികളുടെ അഭിപ്രായം മാനിച്ചാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ ഘട്ടത്തിലും നല്ലതിൻ്റെ കൂടെ നിൽക്കാൻ കേരളത്തിലെ സഹകാരികൾ എപ്പോഴും തയ്യാറായിട്ടുണ്ട്. ഇതിന് വലിയ രാഷ്ട്രീയ വ്യത്യാസമൊന്നും കാണാൻ നമുക്ക് കഴിയില്ല. സഹകാരികൾ സഹകരണ മനോഭാവത്തോടെയാണ് എല്ലായ്പ്പോഴും പ്രവർത്തിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു പ്രവർത്തന രീതി അങ്ങനെയാണ്. ഒരു സഹകരണ സ്ഥാപനത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും. തെരഞ്ഞെടുപ്പിന് മത്സരമുണ്ട്. വാശിയോടെയായിരിക്കും മത്സരം. ചേരികളും ഉണ്ടാകും. ആ മത്സരം കഴിഞ്ഞതോടെ പിന്നെ ആ സഹകരണ സ്ഥാപനത്തിന്റെ പ്രവർത്തനം ഏതെങ്കിലും കക്ഷി അടിസ്ഥാനത്തിലെയല്ല, ജയിച്ചവരുടെ താല്പര്യം സംരക്ഷിക്കാനുള്ളതുമല്ല, നാടിന്റെ ആകെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതാണ് സഹകരണ മേഖലയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ അഴിമതി തീണ്ടാത്ത ഒരു മേഖല അതായിരുന്നു സഹകരണ മേഖല. ആയിരുന്നു എന്ന് ഞാൻ പറയുന്നത് കുറച്ച് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ ഇപ്പോഴുള്ള നിലയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയുള്ളത് വളരെ കൂടുതലൊന്നുമല്ല. പക്ഷേ നഞ്ഞ് നാനാഴി വേണ്ട എന്ന് പറയാറില്ല. അത് നമ്മുടെ ഈ പൊതുപ്രസ്ഥാനത്തിന് ആപത്തുണ്ടാക്കുന്ന കാര്യമാണ്. ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല. ചെറിയ തോതിലുള്ള ആ ദോഷം പൂർണ്ണമായി നിഷ്കാസനം ചെയ്യാൻ കഴിയേണ്ടതാണ്. ഒരു തരത്തിലും അത് അനുവദിക്കാൻ പറ്റില്ല. എല്ലാ തലങ്ങളിലുമുള്ള പരിശോധനാ സംവിധാനങ്ങളുണ്ട്. ആ പരിശോധനാ സംവിധാനങ്ങളിലൂടെ പൂർണ്ണമായി കുറ്റമറ്റ നിലയിലേക്ക് എല്ലാ സഹകരണ സ്ഥാപനങ്ങൾക്കും ഉയർന്നു നിൽക്കാനാവും. ഇവിടെ ഒരു പ്രശ്നം ഉയർന്നു വന്നിരുന്നത് കേരളത്തിലെ എല്ലാ സഹകരണ സ്ഥാപനങ്ങൾക്കും ഈ പറയുന്ന പുതിയ ബാങ്കിൽ അംഗത്വം വേണ്ടേ എന്നതായിരുന്നു. ഇത് സഹകരണ മേഖലയുടെ കൃത്യമായ ഘടന മനസ്സിലാക്കാതെയുള്ളൊരു വിമർശനമായിരുന്നു. യഥാർത്ഥത്തിൽ പല സംഘങ്ങളുണ്ട്. ഇപ്പോൾ കൺസ്യൂമർ സംഘങ്ങളുണ്ട്. അവർക്ക് കൺസ്യൂമർ ഫെഡറേഷൻ അപെക്സ് സംഘവും, ഹൗസിംഗ് സംഘങ്ങളുണ്ട്. ഹൗസിംഗ് ഫെഡറേഷൻ എന്ന അപെക്സ് സംഘമുണ്ട്. മാർക്കറ്റിംഗ് സംഘങ്ങളുണ്ട്. മാർക്കറ്റിംഗ് ഫെഡ് എന്ന മാർക്കറ്റിംഗ് ഫെഡറേഷൻ തന്നെ അപെക്സ് സംഘമുണ്ട്. ഇങ്ങനെ ഓരോ ഞാൻ എല്ലാറ്റിനും എഴുതുന്നില്ല. ഓരോന്നെടുത്താലും വനിതാ സംഘങ്ങൾ എടുത്താൽ അതിന് വനിതാ ഫെഡുണ്ട്. ഇവർക്കെല്ലാം വായ്പ വേണ്ടി വരും. ആ വായ്പ എടുക്കുന്നതിന് എല്ലാ ഘട്ടത്തിലും
തരത്തിലും ബാങ്കിൽ സൗകര്യമുണ്ട്. അത് ഈ ബാങ്കിലൂടെയാണ് വായ്പ എടുക്കാൻ പറ്റുന്നത്. ഈ ബാങ്ക് അവർക്കെല്ലാം വായ്പ കൊടുക്കാൻ ബാധ്യതയുള്ള ബാങ്കാണ്. എന്നാൽ അവരുടെ ഒന്നും അപേക്ഷ സ്ഥാപനമായിട്ടല്ല ഇത് വരുന്നത്. ഇത് പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളുടെയും അതോടൊപ്പം നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന അർബൻ ബാങ്കുകളുടെയും അപേക്ഷ സ്ഥാപനമായിട്ടാണ് മാറുന്നത്. ആ നിലക്കാണ് ഇതിനെ കാണേണ്ടത്. അപ്പോ ഇതിൽ അംഗത്വമില്ല എന്നതുകൊണ്ട് ആരുടെയെങ്കിലും വായ്പാ സൗകര്യം നിഷിദ്ധമായി പോകുന്ന നിലയുണ്ടാവില്ല. എല്ലാവർക്കും വായ്പാ സൗകര്യം ലഭ്യമാകും എന്നത് ഓർമ്മിക്കാവുന്നതാണ്. മാത്രമല്ല, നമ്മുടെ ഈ ബാങ്ക് യാഥാർത്ഥ്യമായി ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ നാം സ്വാഭാവികമായും മറ്റൊരു തലത്തിലുള്ള നിക്ഷേപം പ്രതീക്ഷിക്കും. കേരളീയരായവര് നമ്മുടെ കേരളത്തിൽ മാത്രം ജീവിക്കുന്നവരല്ല. ഇത് കേരളത്തെ പറ്റി നമ്മൾ പറയാറുള്ളത് ലോക കേരളം എന്നാണ്. അതുകൊണ്ടാണ് വരുന്ന ജനുവരി 1, 2, 3 തീയതികളിൽ ലോക കേരള സഭയുടെ 2ാം സമ്മേളനം തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നത്. വിശ്വമാകെ വ്യാപിച്ചു കിടക്കുകയാണ് കേരളീയം. അങ്ങനെയുള്ള ആളുകൾക്ക് സ്വാഭാവികമായും നമ്മുടെ നാട്ടിൽ ഉള്ള ബാങ്കിൽ നിക്ഷേപം നടത്തണമെന്ന് ആഗ്രഹമുണ്ടാകും. അപ്പൊ അവരുടെ നിക്ഷേപം സ്വീകരിക്കാനുള്ള NRI നിക്ഷേപം സ്വീകരിക്കാനുള്ള അനുമതി നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായും അത് ലഭിക്കും. ഇപ്പൊ നാം തുടങ്ങുന്നല്ലേ ഉള്ളൂ. എന്നാൽ ഇപ്പൊ തന്നെ നാം ഇത്തരമൊരു അപേക്ഷ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് സമർപ്പിച്ച അപേക്ഷയുണ്ട്. അത് ഒന്നുകൂടി പുതുക്കി കേരള ബാങ്കിന്റെ ഈ സൗകര്യം ലഭ്യമാക്കുന്നതിനുള്ള സമ്മർദ്ദം റിസർവ് ബാങ്ക് ചെലുത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത് പെട്ടെന്ന് തന്നെ ലഭ്യമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതോടൊപ്പം ലഭ്യമാകാനിടയുള്ള മറ്റൊരു സൗകര്യമുണ്ട്. ഈ ബാങ്ക് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ മലയാളികൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന മറ്റു രാജ്യങ്ങളിൽ അവിടെയുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് ഇടപാട് നടത്തുന്നതിനുള്ള സൗകര്യം അവിടെ ഏർപ്പെടുത്താൻ കഴിയും. അങ്ങനെ ഏർപ്പെടുത്തിയാൽ ആ ഏർപ്പെടുത്തുന്ന സംവിധാനത്തിലൂടെ നാട്ടിൽ പണമയക്കണമെങ്കിൽ അതിനുള്ള അവസരമുണ്ടാകും. ഇപ്പോ വിദേശത്തുള്ള ഒരു മലയാളി അയാളുടെ കുടുംബത്തിലേക്ക് അല്പം പണമയക്കും. ആ പണം അയച്ചാൽ നമ്മുടെ ഈ സംവിധാനം വഴി വന്നാൽ കേരള ബാങ്കിൽ ലഭിക്കുന്നതോടെ എവിടെയാണോ ആ ആളുടെ വീട് അവിടെയുള്ള സർവീസ് സഹകരണ ബാങ്കിൽ സന്ദേശം പോവുകയും അവർക്ക് പണം കുടുംബത്തിൽ കൈമാറാനും കഴിയും. അപ്പൊ ഇന്ന് അയക്കുന്ന പണം നാളെ കുടുംബത്തിൽ കിട്ടിയെന്നത്. ഈ തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ നമ്മുടെ ഈ ബാങ്കിന് ഏർപ്പെടുത്താൻ കഴിയും എന്നത് നാം പ്രത്യേകമായി കാണേണ്ടതായിട്ടുണ്ട്. ഏകീകൃത കോർ ബാങ്കിംഗ് അങ്ങനെയുള്ള
ആധുനികമായ ബാങ്കിംഗ് സൗകര്യങ്ങളാകെ കേരള ബാങ്കിന്റെ ഭാഗമായി ഏർപ്പെടുത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇതിപ്പോ ആരംഭിച്ച് ഉടനെ തന്നെ കഴിയുന്ന കാര്യമല്ല. എന്നാൽ അത് അനന്തമായിരിക്കില്ല. ഒരു വർഷത്തിനുള്ളിൽ ഈ ഏകീകൃത കോർ ബാങ്കിംഗ് സൗകര്യം അടക്കമുള്ള ആധുനിക ബാങ്കിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ തന്നെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രാഥമിക ബാങ്കുകളെ, നമ്മുടെ സർവീസ് സഹകരണ ബാങ്കുകളെ കേരള ബാങ്കിന്റെ ടച്ച് പോയിന്റുകളാക്കി മാറ്റും. അപ്പോ എല്ലാവിധ ആധുനിക ഇടപാടുകൾക്കുള്ള സൗകര്യം അവിടെയുള്ള ആ പ്രാഥമിക ബാങ്കിലെ ഇടപാടുകാർക്ക് ലഭ്യമാണ്. അവർ നേരിട്ട് കേരള ബാങ്കുമായി ബന്ധപ്പെടുന്നതിന് തുല്യമായി കാര്യങ്ങളുമാണ്. ഏറ്റവും വലിയ പ്രത്യേകത, ഈ ബാങ്കുകൾ വഴി നാം നൽകുന്ന വായ്പ, കേരളത്തിലെ പ്രാഥമിക കാർഷിക വായ്പ സഹകരണ മേഖലയാണ് നിർവഹിക്കുന്നത്. ഈ 2020 മാർച്ച് 31-നകം 5000 കോടി രൂപ ഹ്രസ്വകാല കാർഷിക വായ്പയായി നൽകാനുണ്ടാകും. ഈ വായ്പക്ക് വരുന്നൊരു പ്രത്യേകത, നിലവിലുള്ള പലിശ, ഒരു കർഷകൻ കൊടുക്കേണ്ട പലിശ, അതേ പലിശ കൊടുക്കേണ്ടി വരില്ല ഇനി അങ്ങോട്ട് ഈ ബാങ്ക് യാഥാർത്ഥ്യമായതോടെ. ഏറ്റവും കുറഞ്ഞത് 1% പലിശയുടെ കുറവുണ്ടാകും. ബാക്കി കൃത്യമായി എത്രയാണെന്നുള്ളത് അവർ കണക്കൂട്ടട്ടെ പിന്നീട്. പക്ഷേ ഏറ്റവും കുറഞ്ഞത് 1% പലിശയുടെ കുറവെങ്കിലും കൃഷിക്കാർക്കുണ്ടാകും എന്നത് യാഥാർത്ഥ്യമാണ്. അതായത് നിലവിൽ 7% ലഭിക്കുന്നെങ്കിൽ അത് 6% കുറയും. ഇത് കേരളത്തിലെ കൃഷിക്കാർക്കാകെ ആശ്വാസകരമായ ഒരു കാര്യമായിരുന്നു. ഇത് നമ്മുടെ ബാങ്കാണ്, കേരളത്തിന്റെ ബാങ്കാണ്. കേരളം പല വിധത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നൊരു നാടാണ്. അത്തരത്തിലുള്ള നമ്മുടേതായ ഈ ധനകാര്യ സ്ഥാപനത്തിന്റെ ഭാഗമായി നിൽക്കാൻ എല്ലാവരും സന്നദ്ധമാകണം. ഇപ്പോ ഒരിടം തൽക്കാലം മാറി നിന്നിട്ടുണ്ട്. അവരോട് പരസ്യമായി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ കേരളത്തിലെ സഹകരണ മന്ത്രിയുമായി സംസാരിക്കണം. അവിടെ കൊണ്ടും തീരാത്തതാണെങ്കിൽ ഞാൻ എപ്പോഴും സംസാരിക്കാൻ സന്നദ്ധനാണ്. നിങ്ങൾക്ക് വരാം, നമുക്ക് തമ്മിൽ സംസാരിക്കാം. നിങ്ങൾ എല്ലാ കാലത്തും കേരളത്തിലെ സഹകരണ മേഖല സ്വീകരിച്ചിട്ടുള്ള പരിഷ്കരണങ്ങളോടൊപ്പം നിന്നവരാണ് എന്ന് ഞാൻ ഓർക്കുക. അതിലൊരു കക്ഷി വ്യത്യാസവും കാണിച്ചവരല്ല. എൻ്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്. ഒരുപാട് കാര്യങ്ങളിൽ എല്ലാവരും, ഞങ്ങളെല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് കേരളത്തിൻ്റെ സഹകരണ മേഖലയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരുന്നു. ആ കാര്യത്തിൽ നല്ല പങ്ക് വഹിച്ചവരാണ് ഇപ്പോൾ എന്തുകൊണ്ടോ മാറി നിൽക്കുന്നത്. ഇവിടെ പങ്കെടുത്തവര് അവരോട് പറയണം, അങ്ങനെ വേണ്ട, ഉടനെ മാറണമെന്ന്. ഏതായാലും ഇതൊരു പരസ്യ അഭ്യർത്ഥനയായി സ്വീകരിച്ച് ഈ അവസരം നിങ്ങൾ ഉപയോഗിക്കാൻ സന്നദ്ധമാകണം. ഞാൻ ശുഭപ്രതീക്ഷയോടെയാണ് നിൽക്കുന്നത്. എല്ലാവരും ഇതിൻ്റെ ഭാഗമാകും. കാരണം ഇത് കേരള ബാങ്കാണ്. ഏതെങ്കിലും ഒരു പ്രദേശം ഒഴികെയുള്ള പ്രദേശങ്ങൾക്കുള്ളൊരു ബാങ്കല്ല. അപ്പോൾ അതിനുള്ള സഹകരണം എല്ലാവരിൽ നിന്നും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ അനന്തമായ കേരളത്തിൻ്റെ സാധ്യതയാണ് ഈ ബാങ്കിലൂടെ
ഉയരാൻ പോകുന്നത്. അനന്തമായ സാധ്യതയിലേക്ക് ഈ ബാങ്ക് ഉയരും എന്നത് ഉറപ്പാണ്. ആ പ്രതീക്ഷയോടെ കേരള ബാങ്കിന്റെ രൂപീകരണത്തിന്റെ ഔപചാരികമായ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു സർ. മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ കൂടി കേരള ബാങ്കിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിലെ ആദ്യമുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നു. കേരള ഗവൺമെൻറ്റിൻ്റെയും സഹകാരിയും ഈ സ്വപ്നം ദീർഘകാലമായി നെഞ്ചേറ്റി നടക്കുന്ന തലമാണിത്. ജഡ്ജ്മെൻറ്റിൽ ഇത്തരമൊരു തലവാചകത്തിൻ്റെ പ്രസക്തി എന്ത് എന്ന് എൻ്റെ അന്വേഷണം ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. പുലിറ്റ്സർ പ്രൈസ് ജേതാവും ന്യൂയോർക്ക് ടൈംസ് കോളമിസ്റ്റുമായ തോമസ് ഫ്രീമാൻ്റെ താങ്ക് യു ഫോർ ബീങ് ലേറ്റ് എന്ന പുസ്തകം ആരംഭിക്കുന്ന വാചകമാണിത്. പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കുക, അത് നിതാന്ത പരിശ്രമത്തിലൂടെ വികസിപ്പിച്ചുകൊണ്ട് വരിക, കാലത്തിനനുസരിച്ച് നവീകരിക്കുക, മേധാവിത്വം നേടുക എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ തലവാചകവും കേരള ബാങ്ക് എന്ന വലിയ ആശയവും തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടി വ്യക്തമാക്കുന്നതിനായി ഈ വാചകം തങ്ങളുടെ ബിസിനസ് മുദ്രാവാക്യമായി സ്വീകരിച്ച കാൽകോം എന്ന അമേരിക്കൻ ടെലികോം കമ്പനിയെ ബഹുമാനപ്പെട്ട ജഡ്ജി തന്റെ വിധിന്യായ സൂചികയിൽ ഉൾപ്പെടുത്തിയത് കാണാം. കാൽകോം ടെലികോം കമ്പനി 1985 അമേരിക്കയിലെ സാന്റിയാഗോയിൽ 7 പേർ ചേർന്ന് ഗുണനിലവാരമുള്ള ആശയവിനിമയം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി തുടങ്ങിയതാണ്. കമ്പനി ഇന്ന് നിരന്തരമായ നവീകരണത്തിലൂടെ 40 രാജ്യങ്ങളിലായി പറന്നു കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ടെലികോം കമ്പനിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായി എന്ന് കരുതുന്നു. കേരള ബാങ്ക് എന്ന ആശയത്തിൻ്റെ മൂല്യം, ദൃഢത, വ്യാപ്തി, കാലാതീതത എത്രമാത്രമുണ്ടെന്ന് ഈ സർക്കാരിനൊപ്പം, ഇവിടുത്തെ സഹകാരികൾക്കൊപ്പം, പൊതുജനങ്ങൾക്കൊപ്പം ഇവിടുത്തെ നിയമവൃത്തങ്ങളും തിരിച്ചറിയുന്നു എന്നതിൽ പിണറായി വിജയൻ സർക്കാരിലെ ഈ വകുപ്പിന് നേതൃത്വം നൽകുന്ന മന്ത്രി എന്ന നിലയിൽ ഞാൻ അത്രമാത്രം അഭിമാനിതനായിരിക്കുന്നു. കേരള ഹൈക്കോടതിയുടെ മഹനീയമായ ഈ സൂക്ഷ്മ നിരീക്ഷണത്തോടൊപ്പം പ്രസ്തുത വിധിന്യായം അവസാനിപ്പിക്കുന്ന വരികളുടെ ശക്തി കൂടെ നിങ്ങൾ കാണണം. ഇവിടെ നടന്ന വാദങ്ങൾക്ക് സമാപ്തിയായി ഈ റിപ്പറ്റീഷനുകൾ നിർബന്ധമായും പരാജയപ്പെട്ടേ മതിയാവും. സംസ്ഥാന സഹകരണ ബാങ്കിൽ ജില്ലാ സഹകരണ ബാങ്കുകളെ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ചു വരുന്ന നടപടികൾ ഇടപെടുന്നതിന് യാതൊരു സാധ്യതയുമില്ല. ആകയാൽ ഈ റിപ്പറ്റീഷനുകളെല്ലാം ഒരുമിച്ച് തള്ളുന്നു. നോക്കൂ, ഇതിന് മറ്റേതെങ്കിലും ഒരർത്ഥമുണ്ട്. കേരള ബാങ്ക് രൂപീകരണത്തിനെതിരെയുള്ള എല്ലാ ഹർജികളും നിർബന്ധമായും പരാജയപ്പെട്ടേ മതിയാകൂ എന്നാണ്. എന്നാൽ ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിന്യായത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാനോ അതിൻ്റെ അന്തസ്സത്ത ഉൾക്കൊള്ളാനോ ശ്രമിക്കാതെ ഒട്ടക്കിണറ്റിലെ തവളകളെ പോലെ വലിയ വായിൽ ചില ശബ്ദങ്ങൾ മുഴക്കിക്കൊണ്ട് ഇപ്പോഴും ചിലർ ഏഷണിയും ഭീഷണിയുമായി രംഗത്ത് തുടരുന്നു എന്നത് നമ്മയെല്ലാം പൊതുവെ നാണിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ള സ്നേഹിതരെ, ഒരു സുപ്രഭാതത്തിലോ ചില തോന്നലുകളുടെ അടിസ്ഥാനത്തിലോ പിറവിയെടുത്ത ആശയമല്ല കേരള ബാങ്ക്. നിരന്തരമായ ചർച്ചകളിലൂടെ, സംവാദങ്ങളിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ജനസമക്ഷം മുന്നോട്ട് വെച്ച ആശയമാണ്. ജനങ്ങളുടെ അംഗീകാരം നേടിയ ആശയമാണ് ഇടതുമുന്നണി സർക്കാർ നടപ്പിലാക്കുന്നത്. 2016 മെയ് മാസം അധികാരമേറ്റ ഇടതു സർക്കാർ 2016 സെപ്റ്റംബറിൽ ആദരണീയനായിട്ടുള്ള സഖാവ് AC മൊയ്തീൻ സഹകരണ മന്ത്രിയായിരുന്ന വേളയിൽ ഈ ആശയം നടപ്പാക്കുന്നതിനെ സംബന്ധിച്ച് വിശദമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ബാംഗ്ലൂർ IIM പ്രൊഫസർ ഡോക്ടർ MS ശ്രീറാമിൻ്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതിയെ നിയോഗിക്കുകയാണ് ചെയ്തത്.
തുടർന്ന് 2016 നവംബറിലെ നോട്ട് നിരോധന കാലയളവിലാണ് ഞാൻ സഹകരണ വകുപ്പിന്റെ ചുമതലയെ വരുന്നത്. സഹകരണ ബാങ്കിംഗ് രംഗം നാട്ടിൽ നിന്നും തുടച്ചു മാറ്റപ്പെടുമോ എന്ന് നമ്മൾ ആശങ്കപ്പെട്ട നാളുകളായിരുന്നു അത്. എന്നാൽ ഈ ഗവൺമെന്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ധീര നേതൃത്വത്തിൽ ഈ നാട്ടിലെ എല്ലാ സഹകാരികളെയും ബഹുജനങ്ങളെയും അണിനിരത്തി മേഖലയുടെ കെട്ടുറപ്പും ശക്തിയും വിനിയോഗിച്ച് ഈ പ്രസ്ഥാനത്തിനെതിരെ നീങ്ങിയവരെ നിരാശപ്പെടുത്തിക്കൊണ്ട് അതിജീവനത്തിന്റെ പാഠങ്ങൾ രചിച്ചു. നോട്ട് നിരോധന കാലയളവിൽ സഹകരണ നിക്ഷേപം 1.5 ലക്ഷം കോടി രൂപയായിരുന്നു. ഇന്നത് 2.8 ലക്ഷം കോടി രൂപയായി ഉയർന്നു. ഈ പ്രസ്ഥാനത്തിന്റെ ആന്തരിക ശക്തിയാണ് നമുക്ക് ആ പ്രതിസന്ധി മറികടക്കുന്നതിനും കേരള ബാങ്ക് എന്ന ആശയം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സഹായിച്ചത്. 2017 ഏപ്രിൽ മാസം 28-ാം തീയതിയാണ് ശ്രീറാം കമ്മിറ്റി സംസ്ഥാന സർക്കാരിന്റെ പഠന റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് 2017 ജൂൺ മാസം റിട്ടയർഡ് നബാർഡ് ചീഫ് ജനറൽ മാനേജർ ശ്രീ VR രവീന്ദ്രനാഥിന്റെ നേതൃത്വത്തിൽ ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. പഠന റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയ നമ്മുടെ പ്രപ്പോസൽ നബാർഡ് മുഖാന്തരം റിസർവ് ബാങ്കിന്റെ തത്വത്തിലുള്ള അനുമതിക്ക് സമർപ്പിക്കുന്നത് 2017 സെപ്റ്റംബർ മാസമാണ്. നബാർഡിന്റെയും റിസർവ് ബാങ്കിന്റെയും വിശദമായ പരിശോധനകൾക്കും സംശയങ്ങൾക്കുള്ള മറുപടികൾക്ക് ശേഷം റിസർവ് ബാങ്കിൽ നിന്നും കേരള ബാങ്ക് രൂപീകരണത്തിന് 19 വ്യവസ്ഥകളോടെയുള്ള തത്വത്തിൽ അനുമതി ലഭിക്കുന്നത് 2018 ഒക്ടോബർ 3-ാം തീയതിയാണ്. റിസർവ് ബാങ്ക് മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ പാലിച്ച് നിശ്ചിത സമയത്തിനകം, അതായത് 2019 മാർച്ച് 29-ന് കേരള ബാങ്ക് രൂപീകരണത്തിനുള്ള അന്തിമ അനുമതിക്ക് നമ്മൾ റിസർവ് ബാങ്കിന് അപേക്ഷ സമർപ്പിച്ചു. ഈ അപേക്ഷ പരിഗണിച്ചാണ് 2019 ഒക്ടോബർ 7-ന് കേരള ബാങ്ക് രൂപീകരണത്തിന് റിസർവ് ബാങ്കിൽ നിന്നും അന്തിമ അനുമതി ലഭിക്കുന്നത്. എന്നാൽ ഈ അന്തിമ അനുമതി ഉത്തരവിൽ കേരള സഹകരണ നിയമത്തിലെ 2019 ആക്ട് 1 പ്രകാരം ഭേദഗതി ചെയ്ത 14A എന്ന വകുപ്പിന്റെ സാധുത സംബന്ധിച്ച് കേരള ഹൈക്കോടതിയിൽ നിലവിലുള്ള കേസുകളുടെ അന്തിമ വിധി അനുസരിച്ചാകണം ലയനം സാധ്യമാകേണ്ടത് എന്ന് നിഷ്കർഷിച്ചിരുന്നു. ഇതേ തുടർന്നാണ് 29/11/2019, അതായത് നവംബർ മാസം 29-ാം തീയതി ഞാൻ നേരത്തെ പരാമർശിച്ച ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്നതും ഇന്ന് രാത്രി 11:47-ന് കേരള ബാങ്ക് രൂപീകരിച്ചുകൊണ്ടുള്ള സഹകരണ സംഘം രജിസ്ട്രാറുടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാ നല്ല കാര്യങ്ങളുടെയും ആരംഭം രാത്രിയിൽ നടക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ക്രിസ്തു ജനിച്ചതും രാത്രിയാണ്, കൃഷ്ണൻ ജനിച്ചതും രാത്രിയാണ്, ഈ മഹത്തായിട്ടുള്ള രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ലഭിച്ചതും രാത്രിയാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ 3 വർഷമായുള്ള നിരന്തരവും ജാഗ്രതമായ ശ്രമഫലമാണ് നമുക്ക് കേരള ബാങ്ക് എന്ന ഈ വലിയ നേട്ടം. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭാവി നിർണ്ണയിക്കാൻ ശേഷിയുള്ള ഈ സംരംഭത്തെ തുടക്കം മുതൽ തുരങ്കം വയ്ക്കുന്ന സമീപനമാണ് സംസ്ഥാനത്തിലെ പ്രതിപക്ഷം സ്വീകരിച്ചത്. ആദ്യം വ്യാജ കത്തുകൾ, തുടർന്ന് പ്രതിപക്ഷ നേതാവിന്റെ കത്ത്, പിന്നീട് 19 MP-മാരുടെ നിവേദനം. ഇങ്ങനെ ഈ പദ്ധതി അട്ടിമറിക്കാൻ നടത്തിയ ശ്രമങ്ങളാണ് കേരള ബാങ്ക് രൂപീകരണം ഇത്രയേറെ ദീർഘിപ്പിക്കാൻ ഇടയാക്കിയത്. എങ്കിലും നേര് നിരങ്ങി വന്നു നമ്മൾ വിജയിക്കുക തന്നെ ചെയ്തു. കേരള ബാങ്ക് യാഥാർത്ഥ്യമായി. പ്രിയമുള്ളവരെ, ലയനത്തിലൂടെ രൂപീകരിച്ച കേരള ബാങ്കാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ബാങ്ക്. 1 ലക്ഷം കോടി രൂപയാണ് നമ്മുടെ ബിസിനസ് മൂല്യം. പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ ബിസിനസ് കൂടെ ചേർത്താൽ ഇത് 2.40 ലക്ഷം കോടി രൂപ വരും. നമ്മൾ ലക്ഷ്യമിടുന്നത് വരുന്ന 3 വർഷത്തിനുള്ളിൽ കേരള ബാങ്കിന് മാത്രമായി 3 ലക്ഷം കോടി രൂപയുടെ ബിസിനസ്സും ടാക്സുകളുടെ ബ്രാഞ്ചുകളടക്കം 5000 ടച്ച് പോയിന്റുകളുമാണ്. NRI നിക്ഷേപം വലിയ തോതിൽ നമുക്ക് ആകർഷിക്കാൻ സാധിക്കും. ഇന്ന് തിങ്ങി നിറഞ്ഞ ഈ സദസ്സിന്, കേരളത്തിലെ പൊതുസമൂഹത്തിന് എനിക്ക് ചില ഉറപ്പുകൾ നൽകാൻ കഴിയും. അത് നമ്മൾ കാർഷിക അനുബന്ധ വായ്പകൾ വർദ്ധിപ്പിക്കും, ചെറുകിട ഇടത്തരം വായ്പകൾ കൂട്ടും, ബാങ്കിംഗ് നിയന്ത്രണ നിയമത്തിന് വിധേയമായി അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പദ്ധതി അടിസ്ഥാനത്തിൽ വലിയ വായ്പകൾ നൽകും. അങ്ങനെ നമ്മുടെ നാടിന്റെ സമ്പത്ത് നമ്മുടെ ജനതയുടെ വികാസത്തിനും നേട്ടത്തിനുമായി വിനിയോഗിക്കും. മാത്രമല്ല, ചില കാര്യങ്ങളിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. കേരള ബാങ്കിന്റെ അടിത്തറ സഹകരണ തത്വങ്ങളിലും മൂല്യങ്ങളിലും ഉറച്ചു തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. ഏറ്റവും പ്രധാനമായി കേരള ബാങ്ക് ജനങ്ങളെ കൊള്ളയടിക്കില്ല. അമിതമായ സർവീസ് ചാർജ്, ഫീസ്, പിഴ എന്നിങ്ങനെ മറ്റു ബാങ്കുകൾ ഉപഭോക്താക്കളെ പിഴിയുന്ന രീതി കേരള ബാങ്കിൽ ഉണ്ടാകില്ല. ടാക്സുകളായിരിക്കും കേരള ബാങ്കിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ. അവർക്ക് കൂടുതൽ വായ്പകൾ കുറഞ്ഞ പലിശയിൽ ലഭ്യമാക്കും. ഏറ്റവും ആധുനിക ബാങ്കിംഗ് സൗകര്യങ്ങൾ നൽകും. ടാക്സുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളായിരിക്കും കേരള ബാങ്കിന്റെ ഭരണ നിയന്ത്രണം.
അത്തരത്തിൽ സഹകരണത്തിൻ്റെ ഉള്ളടക്കം ചോർന്നു പോകാതെ ജനങ്ങൾക്ക് പരമാവധി സേവനങ്ങൾ നൽകുന്ന ജനങ്ങളുടെ ബാങ്കായിരിക്കും കേരള ബാങ്ക്. ഇനി എനിക്ക് ഉറപ്പു നൽകാനുള്ളത് സംസ്ഥാന ജില്ലാ സഹകരണ ബാങ്കുകളിൽ നിന്നും കേരള ബാങ്കിലെത്തിയ ഉദ്യോഗസ്ഥരോടാണ്. നിങ്ങളുടെ എല്ലാവിധ ന്യായമായ താല്പര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ടായിരിക്കും ജീവനക്കാരുടെ ലയനം പൂർത്തീകരിക്കുക. ശമ്പള പരിഷ്കരണം, പ്രൊമോഷൻ, ട്രാൻസ്ഫർ തുടങ്ങി കാര്യങ്ങളിലൊന്നും യാതൊരു ആശങ്കയും നിങ്ങൾക്കുണ്ടാകേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞ 3 വർഷക്കാലത്ത് നിരന്തരമായ ശ്രമത്തിന്റെ ഭാഗമായാണ് നമുക്ക് കേരള ബാങ്ക് രൂപീകരിക്കാനായത്. പക്ഷേ കേരള ബാങ്ക് എന്ന സ്വപ്നത്തിന് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്തോളം പഴക്കമുണ്ട്. അദ്ദേഹത്തിന്റെ നിസ്സീമമായ പിന്തുണയും കർശനമായ നയസമീപനങ്ങളും കേരള ബാങ്ക് സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങൾക്ക് വളരെയേറെ സഹായകമായി. വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തോടുള്ള നന്ദിയും കടപ്പാടും പ്രത്യേകം രേഖപ്പെടുത്തുന്നു. സംസ്ഥാന ക്യാബിനറ്റിലെ എല്ലാ മന്ത്രിമാരും, പ്രത്യേകമായി ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്, നിയമമന്ത്രി ശ്രീ കെ ബാലൻ, ചീഫ് സെക്രട്ടറി ശ്രീ ടോം ജോസ്, മുൻ ചീഫ് സെക്രട്ടറിമാർ എന്നിവരോടുള്ള നന്ദി ഈ സന്ദർഭത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓഫീസ്, ധനസെക്രട്ടറി ശ്രീ മനോജ് ജോഷി, ധനവകുപ്പ്, നിയമവകുപ്പ്, അഡ്വക്കേറ്റ് ജനറലിന്റെ നേതൃത്വത്തിൽ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ കെ രവീന്ദ്രനാഥും സംഘവും നടത്തിയ നിയമ പോരാട്ടം, കേരള ബാങ്ക് എന്ന ആശയത്തിന് പഠനത്തിന് പിന്തുണ നൽകിയ IIM പ്രൊഫസർ ഡോക്ടർ MS ശ്രീറാമിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സമിതി, തുടർന്ന് പഠനങ്ങൾ കൊണ്ട് പ്രായോഗിക തലത്തിലെത്തിക്കാൻ നബാർഡിൽ നിന്ന് റിട്ടയർ ചെയ്ത ചീഫ് ജനറൽ മാനേജർ ശ്രീ PR രവീന്ദ്രനാഥിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ടാസ്ക് ഫോഴ്സ് ടീം, ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ച സഹകരണ സെക്രട്ടറി ശ്രീമതി മിനി ആന്റണി IAS, മുൻ സഹകരണ സെക്രട്ടറി ശ്രീ P വേണുഗോപാൽ IAS, അഡീഷണൽ സെക്രട്ടറി ശ്രീ PS രാജേഷ്, മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥർ, സഹകരണ സംഘ രജിസ്ട്രാർ ഡോക്ടർ PK ജയശ്രീ IAS, മുൻ സഹകരണ സംഘം രജിസ്ട്രാർമാരായിരുന്ന ശ്രീ ഷാനവാസ് IAS, ശ്രീ സജിത് ബാബു IAS, സഹകരണ സംഘം രജിസ്ട്രാർ ഓഫീസ്, സംസ്ഥാന സഹകരണ ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ ശ്രീമതി റാണി ജോർജ് IAS, മുൻ മാനേജിംഗ് ഡയറക്ടർമാർ, ചീഫ് ജനറൽ മാനേജർ ശ്രീ KC സഹദേവൻ, മറ്റ് ഉദ്യോഗസ്ഥർ, ദീർഘകാലം ജില്ലാ സഹകരണ ബാങ്ക് അഡ്മിനിസ്ട്രേറ്റർമാരായിരുന്ന ജില്ലാ ജോയിന്റ് രജിസ്ട്രാർമാരുടെ ഓഫീസ്, ജില്ലാ സഹകരണ ബാങ്ക് ജനറൽ മാനേജർമാർ, സ്റ്റാഫ് അംഗങ്ങൾ, റിസർവ് ബാങ്ക് നബാർഡ് ഉദ്യോഗസ്ഥർ, പിന്നെ എന്നോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച എൻ്റെ ഓഫീസ് തുടങ്ങി ഏവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. ഇതിലെല്ലാം ഉപരിയായി കേരള ബാങ്ക് യാഥാർത്ഥ്യമാക്കുന്ന തുടക്കം മുതൽ പിന്തുണ നൽകിയ സഹകരണ രംഗത്തെ നേതാക്കൾ, സഹകാരി സമൂഹം, പത്രദൃശ്യ മാധ്യമങ്ങൾ, കേരള ബാങ്കിനെ ആവേശത്തോടെ ഇരുകൈയിൽ നീട്ടി സ്വീകരിച്ച കേരളത്തിൻ്റെ പൊതുമനസ്സ് എന്നിങ്ങനെ എല്ലാവരോടുമുള്ള കലവറയില്ലാത്ത നന്ദിയും കടപ്പാടും ഞാൻ ഹൃദയപൂർവ്വം അറിയിക്കുകയാണ്. ഞാൻ ചുരുക്കുകയാണ്. ഇന്ത്യയിലെ സംഘടിത സഹകരണ പ്രസ്ഥാനത്തിന് 115 വർഷത്തെ ചരിത്രമാണുള്ളത്. കേരളത്തിൽ ഇത് 105 വർഷം വരും. ഐക്യ കേരളം രൂപപ്പെട്ട നമ്മൾ തയ്യാറാക്കിയ സഹകരണ നിയമം 2019 50 വർഷം തികഞ്ഞു. ഈ കാലയളവിൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം സമാനതകളില്ലാത്ത വളർച്ച നേടി. ലോകം പുകഴ്പെറ്റ കേരള മോഡൽ വികസനത്തിൽ ഈ പ്രസ്ഥാനം വലിയ പങ്കുവഹിച്ചു. ഈ നേട്ടത്തിന് കാരണഭൂതരായ നമ്മുടെ മുൻ തലമുറയോർത്ത് നാം അഭിമാനം കൊടുക്കുന്നു. അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് മുൻപിൽ സധൈര്യം ഒരു കാര്യം ഞാൻ പറഞ്ഞു വെക്കുന്നു. ഇനി വരുന്ന തലമുറകൾ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ വേർതിരിക്കുന്നത് കേരള ബാങ്കിന് മുൻപും പിൻപും എന്ന രീതിയിലായിരിക്കും. നമ്മളെ അവർ സ്മരിക്കുന്നത് കേരള ബാങ്കിന്റെ സൃഷ്ടികർത്താക്കൾ എന്ന രീതിയിലായിരിക്കും. ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി സഹകരണ വകുപ്പിന് വേണ്ടി മന്ത്രി എന്ന നിലയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായി ആളുകളുടെ സഹകരണം ഉണ്ടായതെല്ലാം പറഞ്ഞുകൊണ്ട് ബഹുമാനായ അധ്യക്ഷനോട് സൂചിപ്പിച്ചു കഴിഞ്ഞു. കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇവിടെ രൂപീകൃതമായ കേരള ബാങ്ക് വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് ശക്തമായ അഭിപ്രായ പ്രകടനം നടത്തിക്കൊണ്ട് എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വേദി സന്നിഹിതരായിട്ടുള്ള മന്ത്രിമാർ, എംഎൽഎമാർ, ഉദ്യോഗസ്ഥർ, മന്ത്രിമാർ, ജനപ്രതിനിധികൾ തുടങ്ങി ഈ സംഗമത്തിൽ പങ്കെടുക്കുന്ന സഹകാരികളും സുഹൃത്തുക്കളുമായ കേരള ബാങ്ക് രൂപീകരണത്തിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം അതിവിളംബരം ചെയ്യാൻ ചുമതലപ്പെട്ട മുഖ്യനായ കേരളത്തിൻ്റെ കരുത്തനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ രൂപരേഖയും ഭാവിയും വർത്തമാനവും എല്ലാം തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് എന്ത് കർമ്മം നിർവഹിക്കാൻ പ്രാപ്തമാകുന്ന സഹനീതിയുടെ ആത്മധൈര്യത്തിൻ്റെ വിളംബരമാണ് ഉണ്ടായത്. കേരള ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ മംഗളങ്ങളും വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിശദീകരിക്കുന്നു. നമസ്കാരം. പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്.
കേരള ബാങ്കിൻ്റെ രൂപീകരണത്തിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും ഈ ഒരു കേരള ബാങ്ക് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. കേരളത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും സഹകാരി സമൂഹത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം സന്തോഷം